ഹസ്തരേഖയിലോട്ടും ജ്യോതിഷത്തിലോട്ടും സ്വാഗതം. ഞാനിവിടെ പറയാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്, എന്നും ഞാൻ ഹസ്തരേഖയെപ്പറ്റിയും ജ്യോതിഷത്തിനെ പറ്റിയും പറയാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ വിഘ്നേശ്വരനെ പറ്റിയാണ്, ഏത് ക്ഷേത്രത്തിൽ ഭഗവാനെ പറ്റിയാണ്, വിഘ്നേശ്വരനെ പറ്റി, ഗണപതിയെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജ്യോതിഷ ഹസ്തരേഖയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മുടെ ഹിന്ദുക്കൾക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഭഗവാനെ പറ്റി. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആദ്യം തൊഴുന്ന വിഘ്നേശ്വരനാണ്. ഭഗവാൻ തടസ്സങ്ങൾ നീക്കാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ വിഘ്നേശ്വര തൊഴിലിട്ട് മറ്റേത് ഭഗവാനെ നമ്മൾ തൊഴാനായിട്ട് പോകത്തുള്ളൂ. ഇനി നമ്മളെപ്പോഴും എല്ലാ വീടുകളുടെ മുന്നിലും ഇപ്പം ദിഷ്ടി ഗണപതിയെ വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഒരു അറിവ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പഴവങ്ങാടി, ഞാൻ തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രത്തുള്ളതാണ്. നമ്മുടെ പഴവങ്ങാടി ഗണപതിയുണ്ട്. വളരെ ഭഗവാൻ ഭയങ്കര ശക്തിയുള്ളതാണ്. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എനിക്ക് ഒരാളിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് മിലിറ്ററിക്കാരുടേതാണെന്നാണ്. അവരുടെ ക്ഷേത്രമാണ്, അവരാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനും ഒരു ഐതിഹ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്ത് യക്ഷിയിൽ നിന്നൊക്കെ, മിലിറ്ററിക്കാരെ യക്ഷിയിൽ നിന്നൊക്കെ അങ്ങനെ ഐതിഹ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ബിംബം എന്ന് പറഞ്ഞാൽ കിട്ടിയത് നദിയുടെ അടിയിൽ നിന്നൊരു ബ്രാഹ്മണനെ കിട്ടിയതാണ്. അവരിവർക്ക് കൊടുക്കുകയും ഇത് വെച്ച് ആരാധിച്ചപ്പോൾ ആ യക്ഷി അവർ ഡ്യൂട്ടിയിലൊക്കെ നിൽക്കുമ്പോൾ ഉള്ള ശല്യങ്ങളൊക്കെ തീർന്നതിന് ശേഷമാണ് ഇതിവിടെ കൊണ്ട് വച്ചതെന്നൊക്കെ ഐതിഹ്യമുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ചാൽ, നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് പത്മനാഭൻ്റെ ദൃഷ്ടി എപ്പോഴും, പത്മനാഭൻ കിഴക്കോട്ടാണ് തിരിഞ്ഞു കിടക്കുക. അതേ ഭഗവാന്റെ ദൃഷ്ടി എപ്പോഴും കിഴക്കോട്ടാണ് പോണത്. ആ കിഴക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാഗർകോവിൽ ആ സൈഡ്. അപ്പം നമ്മുടെ ഐശ്വര്യം മൊത്തം അങ്ങോട്ട് പോകുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതിനെതിരെയായിട്ടാണ് ഈ ഗണേശ വിഗ്രഹം ഇവിടെ തന്നെ പത്മനാഭന്റെ ദൃഷ്ടി ആ ഒരു ക്ഷേത്രം ഇവിടെ പണിതപ്പോൾ ആ ഒരു ഭഗവാന്റെ ദൃഷ്ടി ഗണപതി കോവിലോട്ടാണ് വരണത്. അന്നേരം നമ്മുടെ ഐശ്വര്യം ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ പണിതതെന്നും ഐതിഹ്യത്തിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ പലരോടും പറയാറുണ്ട്, ഭഗവാന് മുക്കുറ്റി ഇഷ്ടമാണ്, അതേപോലെ കറുക. എല്ലാവരും രാവിലെ വന്ന് ഭഗവാനെ തൊഴുതിട്ട് മനുഷ്യർ മൊത്തം നമ്മുടെ ഇത് തീർക്കാൻ വേണ്ടി ഉഴിഞ്ഞെടുത്ത് അടിക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടും ഉപരിയെന്ന് പറഞ്ഞാൽ ഈ കറുക എന്തിനാണ് വാങ്ങി കൊടുക്കണത്? കറുക വാങ്ങി കൊടുക്കും. അതിനും ഒരു ഐതിഹ്യമുണ്ട്. ഭഗവാൻ രാക്ഷസരുമായിട്ട് ഏതോ ഒരു രാക്ഷസോട് യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും പുല്ലിൻ്റെ പുറത്താണ് കിടന്നത്, കറുകപ്പുല്ല് എപ്പോഴും തണുപ്പാണ്. ഭഗവാന്റെ ഹൃദയത്തിൽ ചൂടാണ് ഗണപതിയുടെ. ആ ചൂട് കറുക എന്ന് പറയുമ്പോൾ അതൊരു ഔഷധമാണ്, ചെടിയാണ്. ആ കറുക വാങ്ങിച്ച് കെട്ടിയിടുമ്പോഴത്തേക്കും ഭഗവാന്റെ ഹൃദയത്തിലുള്ള ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറുകമാല ഭഗവാൻ അർപ്പിക്കുന്നത്. ദശപുഷ്പങ്ങളിലൊക്കെ ഒന്നാണത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പം നമ്മുടെ നെഞ്ചിലുള്ള ആ ഒരു വിഷമങ്ങളും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തർ കറുക കൊണ്ട് ഭഗവാന് അർപ്പിക്കുന്നത്. ഭഗവാന്റെ നെഞ്ച് എപ്പോഴും ചൂടാണെന്നാണ് പറയുന്നത്. ആ ചൂടിൽ നിന്ന് കറുക വാങ്ങിച്ച് നമ്മൾ കൊടുക്കുക. അപ്പം നമുക്കതിന് നന്മയും ഐശ്വര്യം കിട്ടും. ഇതൊന്നും ആർക്കും തന്നെ അറിയത്തേ ഇല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.